മോനെ മക്കളെ കരയല്ലേ, മോനെ കരയല്ലേടാ, ചീത്ത പിള്ളേരെ കരയുന്നേ. അമ്മ എങ്ങും പോവത്തില്ല, ഇവിടെ നിക്ക. മോൻ കരയല്ലേടാ, കരയല്ലേ മോനെ. ചേച്ചി ചേച്ചി എഴുന്നേച്ചേ എഴുന്നേച്ചേ ചേച്ചി. അമ്മമാര് കുറച്ച് ബോൾഡ് ആവണ്ടേ. ചേച്ചി കരയല്ലേ, ചേച്ചി കരയല്ലേ കേട്ടോ, കരയല്ലേ കരയല്ലേ ചേച്ചി. ഇത് സത്യം പറഞ്ഞ സ്കൂളാണോ അതോ വല്ല മരണ വീടാന്നോ? ഞാൻ ഇവിടുത്തെ ടീച്ചറാ, വളരെ ബോർഡായിട്ടുള്ള ടീച്ചറാ. പിന്നെ ഡിസ്പ്ലേ ഇല്ലാത്ത ഒരെണ്ണത്തിനും ഞാൻ ക്ലാസ്സിൽ വെച്ചേക്കത്തില്ല. ഡിസ്പ്ലേയോ? ഓ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ? അയ്യോ, എന്താ അതിന്റെ മലയാളം വാക്ക് അറിയത്തില്ലല്ലോ. അച്ചടക്കം, ഡിസിപ്ലിൻ. എന്റെ കുഞ്ഞിന്റെ ഭാഗ്യം മോനല്ല. ടീച്ചറെ, ഞാൻ ആ മോഹൻലാലിന്റെ അമ്മയാ. അറിഞ്ഞില്ല? മലയാളത്തിന്റെ മഹാനടന് ജന്മം നൽകിയ പുണ്യമേ. തുടരും ഞാൻ എത്ര തവണ കണ്ടെന്നറിയാവോ? മോനോട് പോയി പറയണം കേട്ടോ. എന്റെ പൊന്നു ടീച്ചറെ, ആ മോഹൻലാൽ അല്ല. പിന്നെ ആ 1ാം ക്ലാസ് നിക്കറിട്ടോണ്ടിരിക്കുന്ന മോഹൻലാലില്ലേ, ആ മോഹൻലാലിന്റെ അമ്മയാ ഞാൻ. എന്റെ ഭർത്താവ് ഈ മോഹൻലാലിന്റെ സിനിമ കണ്ട് അങ്ങനെയല്ലേ ആ പേരിട്ടത്. നിങ്ങൾ ആരാ? ഞാൻ സണ്ണി ലിയോണിന്റെ അമ്മയാണ്. അപ്പൊ നിങ്ങളുടെ ഭർത്താവ് ഏത് വീഡിയോ കാണുന്നെന്ന് ഇപ്പൊ മനസ്സിലായി. ഞാനൊരു കാര്യം പറയാം, പുതിയ രക്ഷകർത്താക്കൾ അറിയാൻ വേണ്ടിട്ട് ഞാൻ പറയുക. ഇവിടെ പ്രത്യേകം കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ചോറ് കൊണ്ടിരണ്ടേ? എന്താ ടീച്ചർ പറഞ്ഞ കരിക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത്? എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ പാട്ടും ഡാൻസ് ഒക്കെ ഉണ്ടെന്ന്. ഓ, അത് പറ. മോഹൻലാൽ നന്നായിട്ട് ഡാൻസ് കളിക്കണം ടീച്ചറെ. നിങ്ങൾ പറഞ്ഞിട്ട് വേണോ എനിക്കറിയാം മോഹൻലാൽ നന്നായിട്ട് ഡാൻസ് കളിക്കുമെന്ന്. നല്ല ടീച്ചറെ, ടീച്ചറിന്റെ പേരെന്താ? എന്റെ പേര് സിമീന. കറക്റ്റ് ആയിട്ടുള്ള പേര് ക്രീമീന്ന് ഇടണം. കണ്ടില്ലേ കടന്ന് പൊളക്കുന്നേ. അല്ല, ടീച്ചർ എന്നാ എടുക്കും? കൈ കിട്ടിയാ ഞാൻ എന്തും എടുക്കും. പക്ഷെ ആ പ്രിൻസിപ്പൾ വന്ന് അതേപോലെ അങ്ങ് തിരിച്ചു വെക്കുകയും ചെയ്യും. അയ്യോ, അതല്ല ടീച്ചറെ, എന്താ വിഷയം? വിഷയം? അയ്യോ, അത് നിങ്ങൾ അറിഞ്ഞോ? ആ, ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അത് ഞാനും ആ ബാബു സാറുമായിട്ടുള്ള ആ പ്രേമവും. എന്റെ പൊന്നു ടീച്ചർ, അതല്ല. പിന്നെ ടീച്ചർ എന്താ പഠിപ്പിക്കുന്നേന്ന് ഞാൻ ഇത്രയും കിടന്ന് കാണിച്ചിട്ട് മനസ്സിലായില്ലേ? ഞാനൊരു ബയോളജി ടീച്ചറാ അല്ലേ? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ എവിടെ വരെ പഠിച്ചു? ടീച്ചറെ, ഞാൻ ഒത്തിരിയൊന്നും പഠിച്ചിട്ടില്ല. എന്റെ മോളെ പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിക്കണം ടീച്ചറെ. ഇങ്ങനെ കരയാതിരിക്കുക. പഠിക്കാത്തതിന് നിങ്ങൾ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാ അപ്പൊ ഞാനൊക്കെ എന്തോരം കരയണം കിടന്ന്. ടീച്ചറെ, എനിക്ക് പഠിച്ചൊരു സർക്കാർ ജോലി മേടിക്കണമെന്നായിരുന്നു ആഗ്രഹം. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സർക്കാർ ജോലി കിട്ടുമെന്നേ. ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, എനിക്ക് സർക്കാർ ജോലി കിട്ടി. അല്ല, ടീച്ചർ എങ്ങനെയാ പ്രാർത്ഥിച്ചേ? എനിക്ക് ജോലി കിട്ടണേ ജോലി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചോ? എവിടെന്ന്? സർക്കാർ ജോലിയുള്ള എന്റെ അച്ഛൻ പെട്ടെന്നൊന്ന് മരിച്ചു കിട്ടണേ ഞാൻ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ഭാഗ്യം, ജോലി കിട്ടി. ടീച്ചർ, അത് വിടും. എനിക്കൊരാഗ്രഹമുണ്ട്. എന്റെ മോനെ വലിയൊരു സിനിമാക്കാരനാക്കണം. ആ സിനിമയിൽ അവൻ എഴുതണം, സംവിധാനം ചെയ്യണം, പാടണം, അഭിനയിക്കണം. ആ, എങ്കിൽ പിന്നെ മോഹൻലാലിന് മാറ്റിയിട്ട് ബിപിൻ ജോർജ് നാക്കിക്കോ ആ പേര്. മോന് അയാൾ സ്വന്തമായിട്ട് പാട്ട് പാടും, സ്വന്തമായിട്ട് കഥ എഴുതും, അത് അഭിനയിക്കും, എന്തിനാ ഒറ്റയ്ക്ക് പോസ്റ്റർ വരെ ഒട്ടിക്കും സിനിമയുടെ. അപ്പൊ സിനിമ കാണാൻ പോന്നോ? അതെല്ലാരും കൂടെ അല്ലേ കാണാൻ പോകുന്നത്? അല്ല ടീച്ചറെ, എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. എന്റെ മോളെ ഒരു പൈലറ്റ് ആക്കണം. എന്റെ പൊന്ന് ചേച്ചി, നിങ്ങളുടെ മോള് പൈലറ്റ് ആവും കേട്ടോ. അത് നോക്കിയാണ് ആ പെങ്കൊച്ച് ആ ചെറുക്കനായിട്ട് പറപ്പിക്കുന്നുണ്ടോ നിങ്ങള്? അയ്യോ, എന്റെ മോനെ എല്ലാം പെണ്ണെടുത്തായിട്ട് അടിക്കുന്നേ. എടി, നിന്റെ മോളെ എന്റെ മോനെ അടിക്കുന്നടി. ഇങ്ങനെ വന്നോടി പെൺപിള്ളാരെ വളർത്തുന്നേ. നീ എന്നെ അടിച്ചല്ലേ? നിന്റെ മോനെ കൊണ്ട് എന്റെ മോളെ തല്ലിച്ചല്ലേ? മോളല്ലേ ചില്ലറ പൈസ. അല്ല, നിങ്ങളെന്തിനാ എന്റെ പുറകെ വരുന്നേ? ചില്ലറ പൈസ തറ വീഴുന്നുണ്ടോണ്ട്
വന്നതാ. ടീച്ചറെ വഴക്കടിക്കുന്ന പിള്ളേരെ പിടിച്ച് മാറ്റി ടീച്ചറെ എന്റെ പൊന്നോ, എനിക്കൊന്നും വയ്യ. ആ പിള്ളേർ ഒന്നാമത് പറഞ്ഞ കേക്കത്ത പിള്ളേര്. അതിന് നിങ്ങൾക്ക് ഇത്ര ഉറപ്പ്? അവരെവിടുന്നാ വരുന്നേ? നിങ്ങളുടെ അടുത്തുനിന്നാണോ? അതെ. പിന്നെ മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കുവോ? അങ്ങനെ ചേച്ചിമാരുടെ ഗംഭീര ഒരു പെർഫോമൻസ് ആയിരുന്നു നമ്മൾ കണ്ടത്. ഇനി നിങ്ങളുടെ മുഖത്ത് ആർക്കും ഒരു സന്തോഷം കാണുന്നില്ല. എന്റെ ഇതൊക്കെ ഒരു ലോഡ് ടെൻഷൻ ഉള്ള പോലെ ഈ മോഹം. അല്ല, ഈ കോമഡി മാസ്റ്റേഴ്സിലേക്കുള്ള ഇവരുടെ പ്രവേശനോത്സവമായിരുന്നത്. ആദ്യമായിട്ടല്ല. അല്ലല്ല, ആ. എന്റെ ഇത്ര ടെൻഷൻ സ്ഥിരം കാണുന്ന പോലെ എന്ത് പറ്റി? എന്തോ പറ്റിയോ? എനിക്ക് തോന്നുന്നു എന്താ അറിയോ, മറ്റേ ആ പോസ്റ്ററിന് നീ എനിക്ക് അയച്ചു തന്നില്ലയോ, ചേച്ചിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് നാട്ടിലുള്ളത്. അത് കണ്ടില്ലേ? കണ്ടു. ആ, അതൊക്കെ ഞങ്ങള് കണ്ട് ഞങ്ങള് ഷെയർ ചെയ്തായിരുന്നു. അതെ. പക്ഷേ എന്ത് പോസ്റ്റർ അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് അഖിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യം നമുക്ക് എത്തിച്ചേരുന്നത് കേട്ടോ. അതായത് ഇവരിവിടെ പെർഫോം ചെയ്തതിന് ശേഷം ഇവരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റേഴ്സ് ഒക്കെ ഇവരുടെ നാട്ടിൽ വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പോസ്റ്ററാണ് ചേച്ചിയുടെ നമ്മൾ കണ്ടത്. ഒന്ന് കാണിച്ചെന്നേ. അടിപൊളി അടിപൊളി, സൂപ്പർ സൂപ്പർ. എവിടെ, ഏത് സ്ഥലത്താണ്? കൊല്ലം ആയൂര്. ആയൂര്. അല്ല, വലിയ സന്തോഷമാണ്. കാരണം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആ കലാകാരിയുടെ പെർഫോമൻസ് കണ്ടിട്ട് ആ നാട്ടുകാര് ആരായാലും അങ്ങനെ ഒരു പ്രോത്സാഹനം കൊടുക്കാൻ കാണിച്ച അവര് വലിയ മനസ്സിന് പ്രത്യേകം. നല്ല ഉഗ്രൻ ആർട്ടിസ്റ്റാണ്. വെറുതെ ടെൻഷൻ കൊണ്ട് മാത്രം, നമുക്കറിയാം പേടി കൊണ്ട് മാത്രമാണ് മാറിപ്പോയത്. ഉഗ്രൻ ആർട്ടിസ്റ്റ്.